ഈ കൊച്ചിനെ കണ്ടിട്ടാണ് നീ ബഹളം ഉണ്ടാക്കിയത്? ഏതായി സത്വം? ഞാനും അങ്ങ് പേടിച്ചുപോയി. ഇയാളാ തിരുമുഖം ഒന്ന് തുടച്ചാട്ടെ, മഹാവൃത്തിയോടായിരിക്കുന്നു. സോറി, മകളായിരിക്കും. അതെ, നമ്മുടെ മുറിക്കകത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ഇരുമ്പ് സാധനങ്ങളൊക്കെ നോക്കാമെന്ന ആളാ അച്ഛൻ മുറിക്കകത്ത് കയറ്റി വിട്ടിട്ട് അങ്ങ് പോയി. ഞാനതങ്ങ് മറക്കുകയും ചെയ്തു. ഓ, പഴയ സാധനങ്ങൾ വിലയ്ക്ക് വാങ്ങാൻ വന്നതാവും അല്ലേ? വളരെ നന്നായി. ആ മുറിയൊന്ന് വൃത്തിയായി കിട്ടുമല്ലോ. അല്ല, പഴയ ഇരുമ്പിന് കിലോയ്ക്ക് എന്ത് വില തരും? അത് ഞാൻ എന്താ വെറുതെ എടുത്തോണ്ട് പോകാനാണോ? ദാസമാസ്റ്റർ കൂടെ വന്ന ആളാ. ചിലപ്പോ നിന്റെ അച്ഛൻ വെറുതെ കൊടുക്കാന്ന് പറഞ്ഞു കാണും. ഒരുപാട് ഇരുമ്പില്ലേ? ഒക്കെ ദ്രവിച്ച് നാശമായിരിക്കുക. വളരെ കഷ്ടപ്പെട്ട് ഒരുക്കിയെടുത്താൽ 5-10 രൂപയ്ക്കുള്ളത് കിട്ടും. നുണ പറഞ്ഞ് പറ്റിക്കാമെന്ന് കരുതണ്ട. ഇയാൾ ഇട്ടിരിക്കുന്ന പാന്റ് ഷർട്ടും ഒക്കെ ഇത്തിരി വില കൂടിയതാണല്ലോ. ഇതുപോലെ ആളുകളെ പറ്റിച്ച് ഒത്തിരി കാശുണ്ടാക്കി കാണും അല്ലേ? അമ്മേ, ആ മുറിക്കകത്ത് പഴയതാണെങ്കിലും വില പിടിച്ച പല സാധനങ്ങളും ഉണ്ട്. ഇയാളെല്ലാം കട്ടോണ്ട് പോയാൽ? എനിക്ക് ഇരുമ്പിന്റെ ബിസിനസ്സേ ഉള്ളൂ, മോഷണമൊന്നുമില്ല. ഒരു ബിസിനസ് ഇപ്പൊ വേണ്ട, അച്ഛനുള്ളപ്പോ വരൂ. കുട്ടിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞെടുത്തോ? ഒക്കെ ഇല്ല, പൊയ്ക്കോളൂ. അച്ഛനുള്ളപ്പോഴല്ലാതെ ഒന്നും തൊട്ടുവരുത്. തന്നോട് പോവാനല്ലേ പറഞ്ഞത്? ഇത് 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 ഇതാ തരാം. എവിടെ കിടന്നത്? ഓരോ ശല്യങ്ങളൊന്ന് കയറിക്കൊള്ളും. അമ്മയ്ക്കൊന്ന് പറഞ്ഞൂടെ? ഞാൻ എന്ത് പറയാനാ? നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയില്ലേ? ഓ, ഇരുമ്പ് വെച്ചോടക്കാരനോ? എവിടെ ആകെ കൊളവാക്കിയല്ലോടി കാർത്തി. അത് ദാസൻ മാസ്റ്റർ അനിയനാ. 2 എമ്മ എടുത്ത ആളാ. ഡബിൾ എമ്മ, ബഹുമിടുക്കൻ. വാസ്തുകലകളെ കുറിച്ച് ചില ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പഴയ ചില താളിയോല ഗ്രന്ഥങ്ങളോ നാണയങ്ങളോ കിട്ടിയാൽ നന്നായിരിക്കുമെന്നും എന്നോട് പറഞ്ഞപ്പോ ആയിക്കോളൂ എന്ന് ഞാനും പറഞ്ഞു. ആണോ? എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞല്ലോ പഴയ ഒരു ഇരുമ്പ് കച്ചവടക്കാരനാണെന്ന്. വെറും ആക്രി. മാക്രി. നീ അങ്ങനെ ധരിച്ച സ്ഥിതിക്ക് ഇനി നിന്നെ തിരുത്തിയോണ്ട് വലിയ പ്രയോജനമില്ലെന്ന് അയാൾ കരുതി കാണും. ചേച്ചേ, ഞാൻ ഒരുപാട് വഴക്കും പറഞ്ഞു. വഴക്കും പറഞ്ഞോ? നിന്റെ തള്ളയുടെ ബുദ്ധി തന്നെയാണല്ലോ ദൈവം നിനക്കും തന്നിരിക്കുന്ന കഴുത ബുദ്ധി. എന്റെ വായിന്നൊന്നും കേൾക്കരുത്. ഈ വാ കൊണ്ടൊന്നും ഒച്ചത്തി പറയാൻ വേണ്ട. ഇനി താഴെ പോരും. വെപ്പ് വല്ലാണെന്ന കാര്യം ഓർമ്മ വേണം. എന്റെ മൂദേവി കിളി വരുന്നുണ്ട്. അൽ ദമാമിന്ന് 1 ജോഡി സ്വർണ്ണപ്പല്ല്, 5 പവൻ വായിക്കകത്ത്